بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم. നമ്മളെ ഗസയിലെ വളരെ അറ്റാക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവിടെ ചികിത്സ നേടിയ ഒരു കുട്ടി, ഉരയുടെ താഴെ തകർന്നു പോയ, കാലൊക്കെ തകർന്നു പോയൊരു കുട്ടി, അവളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവളെങ്ങനെ നടത്തുന്നത് അവരിങ്ങനെ ആഘോഷിക്കുകയാണ്. അവൾ കുഞ്ഞുകാലുകളിൽ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആഘോഷിക്കുകയാണ്. അത് വേറെയും തുടർച്ചയായ വീഡിയോസ്, കുറച്ച് കുട്ടികളുടെ വീഡിയോസ് ഇങ്ങനത്തത് നമ്മൾ FBയിൽ എവിടെയോ ആദർശികമായി കണ്ടതാണ്. അത് ശരിക്കും ഒരുപാട് വലിയ റിമൈൻഡറുകളാണ്. ആ കുട്ടി കളിക്കിണിടയിൽ തട്ടിത്തടഞ്ഞ് വീണതല്ല, അതെ, വണ്ടി ഇടിച്ചതൊന്നുമല്ല. വളരെ ബോധപൂർവം ഒരു രാഷ്ട്രം അതിൻ്റെ ഫാഷിസ്റ്റ് സ്വഭാവം ചരിത്രത്തിലുടനീളം ആ ജനത അറിയപ്പെട്ട കാലം തൊട്ട് അവർ നടത്തുന്ന അതിക്രൂരമായ അധിനിവേശങ്ങളുടെയും തമ്മാടിത്തങ്ങളുടെയും ഇരയാണ് ആ കുട്ടി. ഗസ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയേക്കാൾ ചെറിയ ഒരു പ്രദേശമാണ്. അങ്ങനത്തെ ഒരു പ്രദേശത്ത് അതിക്രൂരമായ അറ്റാക്കുകളാണ് യഥാർത്ഥത്തിൽ നടന്നത്. 3550 ചതുരശ്ര കിലോമീറ്ററാണ് മലപ്പുറം ജില്ല. ഗസ എന്ന് പറയുന്നത് 365 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പം മലപ്പുറം ജില്ലയേക്കാൾ എത്രയോ ചെറിയ ഒരു പ്രദേശത്ത് അവിടെ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളുടെയൊക്കെ കണക്ക്, മരണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകണമെങ്കിൽ ഒരു 73,600 ആളുകൾ ആണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്ക്, ഔദ്യോഗിക കണക്ക്. അത് ആരോഗ്യ മന്ത്രാലയം, അവിടുത്തെ മറ്റു സർക്കാർ സംവിധാനങ്ങൾ, വില്ലേജ് പോലുള്ള സംവിധാനങ്ങൾ, അതിൽ നിന്നൊക്കെയുള്ള കണക്കുകളാണത്. ആ കണക്ക് എന്ന് പറഞ്ഞത് രേഖപ്പെടുത്തിയ കണക്കുകൾ മാത്രമാണ്. രേഖപ്പെടുത്താതെ പോയ ഒരുപാട് കണക്കുകൾ വേറെ ഉണ്ടാവും. ആ 73,600-ൽ 72,400 പേരും ഫലസ്തീനികളാണ്. ബാക്കി 2,100 ആളുകൾ മാത്രമാണ് ഇസ്രായേലികൾ ഉള്ളത്. ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഫലസ്തീൻ വംശഹത്യക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ജീവനുകളാണ് അതിൻ്റെ കണക്ക്. 17 ലക്ഷം പേർക്ക് പരിക്കേറ്റതായ റിപ്പോർട്ടുണ്ടെന്നാണ്. പാലസ്തീനിയൻ ജനസംഖ്യയിലെ വലിയ ശതമാനം ആളുകൾ മരണത്തിനോ അല്ലെങ്കിൽ പരിക്കിനോ വിധേയരായിട്ടുണ്ടെന്നാണ്. അപ്പം ഇത്രയും ക്രൂരമായ ഒരുപാട് കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു നാട്. അപ്പോൾ ശരിക്ക് ഒരു ചെറിയ പ്രദേശത്ത് എത്ര ഡെഡ് ബോഡീസ് ഉണ്ടാകും അല്ലേ? വളരെ ചെറിയ ഒരു പ്രദേശമാണ് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഗസ. ആ ഒരു 365 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഡെഡ് ബോഡികളിൽ ചവിട്ടിയിട്ട് വേണം മനുഷ്യൻ മുന്നോട്ട് നടക്കാൻ. അവിടുത്തെ മാലിന്യങ്ങൾ നീക്കാൻ മാത്രം, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ നീക്കാൻ മാത്രം മെഷീനറീസ് വെച്ച് മണിക്കൂർ വെച്ച് കണക്കൂട്ടിയിട്ട് പലരും അപ്ഡേറ്റ് ചെയ്തത് 15 കൊല്ലെടുക്കുന്നതാണ്. രണ്ടാമത്തത് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, മാലിന്യങ്ങൾ നീക്കണമെങ്കിൽ 15 കൊല്ലെടുക്കുന്നതാണ്. മാത്രമല്ല പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, അവിടുത്തെ ക്രൂരമായ വംശഹത്യയുടെ വളരെ ആളുകൾക്ക് കാഴ്ചയിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവസാനിച്ച ഒരു സമയമാണിപ്പോൾ. കഴിഞ്ഞ് തുടർച്ചയായ ഒരു ദിവസം പോലെ അവിടെ വെടിയും ബോംബും ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. എന്നാൽ വളരെ പരസ്യമായ ഔപചാരികമായ യുദ്ധം എന്ന് പറയുന്നത് നിലച്ചതിന് ശേഷം ഓരോ കുട്ടികളും അവരുടെ വീടുകളിലേക്കൊക്കെ വരുന്ന കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. വീടുകളിലേക്ക് വന്ന് അവൻ്റെ കളിപ്പാട്ടവും അവൻ്റെ പലതും തിരിച്ചു കിട്ടുമ്പോൾ അവർ കാണിക്കുന്ന ആഹ്ലാദങ്ങൾ, അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും, ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റും. അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവർ പുറത്തെടുക്കുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് ഇതാണ്: ക്രൂരമായ പീഡനങ്ങൾക്കും വംശഹത്യക്കും വിധേയരായ ജനതയെ നമ്മൾ നിരന്തരം അവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കണം, മറക്കരുത്. മനുഷ്യ മനസാക്ഷിയുടെ അത്തരം പ്രതിരോധങ്ങളിലാണ് ഗസ ഇന്നത്തെ ഈ അർത്ഥത്തിലെങ്കിലും ബാക്കിയാകുന്നത്. മനുഷ്യർക്കിടയിൽ നിന്ന്, ലോകത്തെ സമരചത്തുരങ്ങളിൽ നിന്ന്, ദേശഭാഷകൾക്കതീതമായ അതിശക്തമായ പ്രതിരോധങ്ങളിൽ നിന്ന് എപ്പോൾ ഗസ അശ്രദ്ധമാകുന്നുവോ അവിടെ ടോട്ടൽ ക്ലോസിംഗ്, എല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന, ഒരു കുഞ്ഞുപോലും ഇല്ലാത്ത വിധം ഇല്ലാതാക്കുന്ന ബട്ടണുകൾ ഇസ്രായേലിൻ്റെ അടുത്തുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ലോകത്തെ വലിയ ജനകീയ പ്രതിരോധങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇതങ്ങനെയാണ് ക്ലോസിങ്ങിലേക്ക് പോയത്. അല്ലെങ്കിൽ ഇപ്പോഴും വളരെ ഔപചാരികമായ യുദ്ധം നടക്കുകയായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഡോക്ടർമാരുടെ അല്പനേരത്തെ ഒരു സന്തോഷം, അത് അവരുടെ ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഒരു വിജയമാണ് അവിടെ കാണിക്കുന്നത്. അവർ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ പരിചരണം നടത്തിയത്. അതിൻ്റെ ഒരു ആഹ്ലാദവും സന്തോഷമൊക്കെ അവിടെ പ്രകടമാണ്. ഇവിടെ ആ സന്തോഷത്തിനപ്പുറത്തും ഒരുപാട് ദുഃഖങ്ങൾ പിന്നിലുണ്ട്.
ഈ ഒരു കുട്ടിക്കാണ് അവർക്ക് കാല് ശരിയാക്കി കൊടുക്കാൻ സാധിച്ചത്. മരണപ്പെട്ടു പോയ ആളുകൾ, ഇപ്പോൾ ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണല്ലോ മരണപ്പെടുക. പോരടിക്കുന്ന യുവാക്കളും അവിടുത്തെ പുരുഷന്മാരുമാണ് മരണപ്പെടുക. എന്നാൽ ഗസയിൽ വംശഹത്യയാണ് നടന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അവിടെ മരണപ്പെട്ടതിൽ കുറേയധികം കുട്ടികളാണ്, പിന്നെ സ്ത്രീകളാണ്. അപ്പോൾ അത്തരം ആളുകൾ കൊല്ലപ്പെടുക എന്നുള്ളത് ലോകമനസാക്ഷിയെ ഉണർത്തേണ്ട, അവർ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ നഷ്ടം ഇപ്പോഴും അവർ ഇപ്പോൾ വീട്ടിൽ കയറി കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൻ്റെ അപ്പുറത്ത് ഒരുപാട് ദുഃഖങ്ങൾ അവരുടേതുണ്ട്. ആ ദുഃഖങ്ങൾ മറന്നുകൊണ്ടും ഉള്ളതിൽ സന്തോഷിക്കണം, അതിൽ അൽഹംദുലില്ലാ പറയണം എന്ന ഒരു പാഠമാണ് അവരെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ചിന്തയിലൂടെ നമ്മൾ ഇന്ന് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്: ഗസയിലെ മനുഷ്യരെ, ഖുദ്സിലെ മക്കളെ, ഫലസ്തീനിൻ്റെ മണ്ണിനെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. ഫലസ്തീനിൻ്റെ ആകാശത്ത് സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയ സൂര്യോദയം ഉണ്ടാകുമെന്നതിൽ നമുക്ക് സംശയമില്ല. ഇന്ന് തോക്കിൻ കുഴകളിൽ ഒരു ജനതയെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുന്ന ഇതേ ഇസ്രായേൽ നാളെ ഇരു കരങ്ങളും പിന്നിലേക്ക് കെട്ടി കുറ്റവാളികളായി കുറ്റപത്രം വായിച്ചു കേൾക്കുന്ന സ്ഥിതിയിൽ അവരുടെ അജണ്ടകൾ മുഴുവൻ തകർന്നടിയുന്ന രീതിയിൽ അവർ നിൽക്കുന്നൊരു ദിവസം വരാനുണ്ടെന്നുള്ള കാര്യത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളും തുടരാം. അവരെ അള്ളാഹു വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.